അപ്പോൾ ഗൈസ് ടുഡേ ഇസ് എ സ്പെഷ്യൽ ഡേ. നമുക്ക് തമ്പനയിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ ടുഡേ ഇസ് 21st June 2025 ആൻഡ് ഇപ്പോൾ സമയം ഒരു 6:45 രാവിലെ. ഓക്കെ, ടുഡേ ഐ എം ഗോണ മീറ്റ് മൈ ഫേവറേറ്റ് ആക്ടർ. നമ്മൾ ലാലേട്ടനെ കാണാൻ പോണ് ഗൈസ്. ആൻഡ് ഇന്നലെ 20th June ഒരു 4 മണിയായപ്പോഴാണ് ഇങ്ങനൊരു മെസ്സേജ് NSS ഗ്രൂപ്പിൽ കണ്ട് ഞാൻ പോയി സാറിന് മെസ്സേജ് അയച്ചു. അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീമാണ്, മേ ബി ഒരു 12 years ഡ്രീം കം ട്രൂ മൊമെൻറ്റ്. സോ ഹാപ്പി ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ലാലേട്ട് കാണാൻ പോകട്ടെ. ടാറ്റാ. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ പോണ പരിപാടി എന്ന് വെച്ചാൽ യോഗ ഡേ ആയിട്ട് റിലേറ്റബിൾ ആയിട്ടാണ്. സോ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ദിസ് വൈറ്റ് ദിസ് വൈറ്റ് ആൻഡ് ദിസ് ബ്ലാക്ക് പാൻറ്റ്, ഇതാണ് ഞാൻ വെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് അത്രേ ഉള്ളൂ. പോയി കുളിച്ചിട്ടൊക്കെ വരാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഇപ്പോൾ തന്നെ ഞാൻ ലേറ്റായി, 6:45 ആയി. നമുക്ക് അവിടെ 7:30 എത്തണം. നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിന് അടുത്തുള്ള സിയാൽ കൺവെൻഷൻ സെൻറ്ററിലാണ് കേട്ടോ ഈ പ്രോഗ്രാം നടന്നത്. പ്രാർത്ഥനയുടെ അടിസ്ഥാന തത്വം അല്പനേരത്തേക്കെങ്കിലും മനസ്സിനെ നല്ലപോലെ കാലാഴ്ച 3.5 കാലാഴ്ച ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാമിനുണ്ട്. മാമിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് ലാൽ സാറ്. ലാൽ സാറിൻ്റെ പേഴ്സണൽ യോഗ ട്രെയിനറും കൂടിയാണ്, യോഗ തെറപ്പിസ്റ്റും കൂടിയാണ് ഗിരിജ മാം. ഹായ് ഗൈസ്, ഞാനും പിച്ചുമോളും മോഹൻലാലെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദിസ് ഇസ് ദ ഔട്ട്ഫിറ്റ്. ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. ആൻഡ് കാറ് നമ്മൾ വെയിലത്തിട്ടത് കൊണ്ട് ഭയങ്കര ഹോട്ടാണ്. ഈ പിച്ചുമോൾ എന്താണ് മൈൻഡ് ചെയ്യാത്തത്? എങ്ങനെയുണ്ട് മോഹൻലാലിനെ കണ്ടിട്ട്? ഭയങ്കര തേഷ്കാരി. ഞാൻ മോഹൻലാലിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു ഗൈസ്. ഗൈസ്, ഞാനിങ്ങനെ മോഹൻലാലിനെ കണ്ടു. ഞാനിങ്ങനെ തൊട്ടടുത്തത് ഇങ്ങനെ തൊട്ടടുത്ത് ഫോട്ടോ എടുത്തു. പക്ഷെ ആ ഫോട്ടോഗ്രാഫറാണ് എടുത്തത്. അപ്പോൾ നമുക്കത് കിട്ടൂല്ലോ എന്ന് ആയിടണം. ആൻഡ് ഞാൻ കാല് തൊട്ട് വന്നിച്ചു. ദാറ്റ് വാസ് എ സ്പെഷ്യൽ മൊമെൻറ്റ് ഫോർ മീ. സോ ഇപ്പം ഞാൻ ഈ കോളേജിൽ, ആദിശങ്കര കോളേജിൽ ചേർന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. NSSൽ ചേരാൻ ആ ഗ്രൂപ്പിലുണ്ടായതുകൊണ്ടാണ് അങ്ങനൊരു മെസ്സേജ് കണ്ടെന്ന് പോകാൻ പറ്റിയതും. അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ആൻഡ് ഞാൻ യൂണിവേഴ്സിറ്റിയോട് ഭയങ്കര നന്ദി പറയുന്നു ഗൈസ്. ബിക്കോസ് ഇതെൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു. ആൻഡ് ഞാൻ അവിടെ ചെന്നപ്പോഴും ഒരിക്കലും ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നോ ഒന്ന് തൊടാൻ പറ്റുമെന്ന് പോലെ ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ സെയിം പ്ലീസ് മാനിഫെസ്റ്റ്. ഹായ് ഗൈസ്, ഇതാണ് പിച്ചുമോള്. പിച്ചുമോൾ എന്തൊക്കെയോ നോക്കാണ്. കാരണം എപ്പോഴും ഇങ്ങനെ ബീറ്റ് ചെയ്യും. ഈ വീഡിയോ എന്തിനാന്ന് വെച്ചാൽ 1098 ലൈക്സ് കൊടുക്കാനാണ്. എന്നെ എപ്പോഴും ഇങ്ങനെ ഹറാസ് ചെയ്യും. ഒരു കുട്ടി ഇവിടുന്ന് ഓടിപ്പോയി. ആ കുട്ടിയെ പറ്റി ഇപ്പോൾ ഒരു വിവരമില്ല. കുട്ടി വേറൊരു ജില്ലയിലേക്കൊക്കെ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് മോഹൻലാലിന്റെ അടുത്ത് വരെ ഇന്ന് കൊണ്ടുപോയി. എന്നിട്ട് കുട്ടിയെ തല്ലു. അതുകൊണ്ട് എന്തെന്ന് നല്ല ഭക്ഷണം കിട്ടി. മോഹൻലാലിനെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക് യു.